ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിനെ പറ്റിയിട്ടും പിന്നത്തെ ക്ലാസ്സിൽ ഫേസ്ബുക്കിൻ്റെ പേജിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ഇത് എടുക്കാൻ സിമ്പിളാണ്. www.facebook.com എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജും പ്രൊഫൈലും നമുക്ക് വൺ ഡാഷ്ബോർഡിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് രണ്ടും അപ്പുറത്തിപ്പുറത്തുള്ള ഓരോ വിൻഡോയിലാക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫേസ്ബുക്കിൻ്റെ പേജും റൈറ്റ് സൈഡിൽ കാണുന്നത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലുമാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കലേഷ് കെ എന്ന് പറയുന്ന പേരിലാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബിസ്പേസ് സെന്റർ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന പേരിലാണ്. സോ രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ രണ്ടിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടിലും കവർ ഫോട്ടോ ഇടാൻ പറ്റും, രണ്ടിലും ഫോട്ടോസ് ഇടാൻ പറ്റും. ഇത് രണ്ടും ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നോക്കിയേ, രണ്ടിൻ്റെയും പേര് ഇവിടെ 25 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇവിടെയോ 6 ഫോളോവേഴ്സും 7 ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുക. അതാണ് ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നമ്മുടെ പേജിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേജിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. സോ പേജിനാണ് ഫോളോവേഴ്സ് ഉണ്ടാവുക. അക്കൗണ്ടിനാണെങ്കിൽ പ്രൊഫൈലിനാണെങ്കിൽ എന്തുണ്ടാവുക? ഫ്രണ്ട്സ് ആണ് ഉണ്ടാവുക. എൻ്റെ ഫ്രണ്ട്, അതായത് കലേഷ് കെ എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ട് ആണ് വേറൊരാളെങ്കിൽ അവർ തമ്മിലുള്ള ഒരു 1-to-1 ആയിട്ടുള്ള എൻഡ് ടു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പേജിലും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ റെക്കമെൻഡഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. ഇത് നോർമലായിട്ട് എല്ലാ പ്രൊഫൈലുകളിലും കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, രണ്ടിലും ഇൻട്രൊഡക്ഷൻ കോമൺ ആയിട്ടുണ്ട്. നമുക്ക് രണ്ടിലും ബയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 ക്യാരക്ടേഴ്സിനാണ് നമ്മൾ മൊത്തം ഫേസ്ബുക്കിന്റെ ബയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് ഇതിലും എഡിറ്റ് ചെയ്യാൻ പറ്റും, അതിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുവിധം ബയോസിലുള്ള എല്ലാ കാര്യങ്ങളും രണ്ടിലും കോമൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പേജിലും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. മനസ്സിലായോ? നോക്കിയേ, ഇവിടെ പിന്നെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് പേജിൽ കണ്ടോ, എഡ്യൂക്കേഷൻ റിസർച്ച് സെന്റർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രൊഫൈലിൽ അത് ഉണ്ടായിരിക്കില്ല. കാരണം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയതുകൊണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലൊക്കേഷനും ഫോൺ നമ്പറും അതേപോലെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോ ചെയ്താൽ മാത്രമാണ് രണ്ടിലും കാണാൻ പറ്റുള്ളൂ. പ്രൊഫൈലിൽ ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യം ആയതുകൊണ്ട് വെബ്സൈറ്റ് മാത്രമാണ് കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് കാണിക്കുള്ളൂ. പിന്നെ നമ്മൾ എബൌട്ട് എടുത്താൽ മാത്രമാണ് അത് അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. കണ്ടോ? അതേപോലെ നമുക്ക് ആഡ് ഫീച്ചർ ഇടുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഫീച്ചേർഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഫീച്ചേർഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ പേജിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ, അതുപോലെ പുതിയൊരു പോസ്റ്റ് ഇടാനുള്ളത്, പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റുകളെ പറ്റിയിട്ടുള്ള ചെറിയൊരു അവലോകനം, അത്ര കാര്യങ്ങളാണ് പേജിൽ ഉണ്ടാവുക. പ്രൊഫൈലിലാണെങ്കിൽ നോക്കിയാൽ ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് അതിലുള്ള പോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കിയാൽ ബിസ്പേജ് സെന്റർ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസർച്ച് ഈസ് ഫീലിംഗ് മോട്ടിവേറ്റഡ് വിത്ത് കലേഷ് കെ ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ കാണിക്കണേ. ഇവിടെ നോക്കിയേ, കലേഷ് കെ ഈസ് ഫീലിംഗ് മോട്ടിവേറ്റഡ് വിത്ത് കലേഷ് കളരിക്കൽ. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിനെ പറ്റി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോലെയാണ് കാണിക്കണേ. ഇവിടെ ഒരു പേജ് ഒരു വ്യക്തിനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോലെയാണ് കാണിക്കണേ. മനസ്സിലായോ? അതാണ് രണ്ടും തമ്മിലുള്ള അനദർ ഡിഫറൻസ് എന്ന് പറയുന്നത്. മെയിൻ ഡിഫറൻസ് പറയുന്നത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അതുപോലെ തന്നെ ഒരു സമൂഹത്തിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. പേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സമൂഹത്തിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റീസ് ആണ് അടുത്തുള്ളത്. നമ്മൾ രണ്ടിന്റെ അബൌട്ട് നോക്കി നോക്കാം. അതിന് മുന്നേ അബൌട്ട് കണ്ടോ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നു. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് പേജിന്റെ അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ടിൽ നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് പ്രൊഫൈലിലുള്ളത്. ഇവിടെ ഇതിന് പകരം ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. നമുക്ക് ഫോളോവേഴ്സിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ മെൻഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്.
അതുപോലെ തന്നെ റിവ്യൂസ് ഉണ്ട്. നമ്മുടെ പേജിന്റെ റിവ്യൂവിനെ പറ്റിയിട്ടും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതൊന്നും പ്രൊഫൈലിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും. ബാക്കി എല്ലാ കാര്യങ്ങളും അപ്രോക്സിമേറ്റ്ലി രണ്ടിലും സെയിം ആണ്. പിന്നെ പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും അഡ്വർടൈസ്മെന്റ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രൊഫൈലിന്റെ കീഴിലുള്ള ഒരു പേജ് ത്രൂ ആണ് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പേജിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. ഇതിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ഒരു കണ്ടോ ഒരു വിൻഡോ ഓപ്പൺ ആയി